ലിജോ റോളൻസ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ലിജോ, എപ്പോൾ എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ആളപായം എന്തെങ്കിലും ഉണ്ടോ? വലിയൊരു അപകടം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാരും ഒപ്പം തന്നെ യാത്രക്കാരും ഇപ്പോൾ ആയിരിക്കുന്നത്. ഈ അപകടം ഉണ്ടായത് ഇന്ന് വൈകുന്നേരം 5:57 ഈ അപകടം നടക്കുന്നത്. കൊല്ലം സ്റ്റാൻഡിൽ നിന്നും എടുത്ത് കുളത്തൂപ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTCയുടെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇത് മിയണ്ണൂർ ഭാഗത്തെത്തുന്ന സമയത്ത് നമ്മൾ ആ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്തിന് തൊട്ട് മുൻപ് ഒരു വളവുണ്ട്. ആ വളവ് വളയുന്ന സമയത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട് ബസ് ഇത്തരത്തിൽ ഈ സമീപത്തെ കടയിലും അവിടെ ഉണ്ടായിരുന്ന സ്കൂട്ടറിലുമൊക്കെ ഇടിച്ചതിന് ശേഷം മറിഞ്ഞാണ് അപകടമുണ്ടായത്. ഏകദേശം 30ഓളം പേരാണ് ബസ്സിനകത്ത് ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ആരുടെയും പരിക്ക് അതീവ ഗുരുതരമല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ഈ അപകടം നടന്ന ഉടൻ തന്നെ അതൊരു ജംഗ്ഷൻ ആയത്, ഒരു പ്രധാന കവലയായത് കാരണം തന്നെ നാട്ടുകാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഉടൻ തന്നെ പൂയപ്പള്ളി പോലീസിലും വിവരം അറിയിച്ചു. ഈ നാട്ടുകാരുടെ നേതൃത്വത്തിലും ഒപ്പം തന്നെ വളരെ വേഗം പോലീസും എത്തിയാണ് ഈ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയത്. ഇതിന് സമീപത്തായിട്ടാണ് അസീസിയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ളത്. പരിക്കേറ്റ്, അതായത് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം ചിലർക്കൊക്കെ ചെറിയ രീതിയിലുള്ള പരിക്കുകളും മുറിവുകളൊക്കെ ആണെങ്കിൽ പോലും എല്ലാവരെയും ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയിട്ടുണ്ട്. അതിൽ 2 പേർക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടുള്ളതായി പറയുന്നുണ്ട്. ആ തലയ്ക്ക് പരിക്കേറ്റിരിക്കുന്നവരെ സ്കാനിങ്ങിനും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി കൊണ്ടുപോയിട്ടുമുണ്ട്. യാത്രക്കാരിൽ ഒരാൾ ഗർഭിണിയായിട്ടുള്ള ഒരു യുവതി ഉണ്ടായിരുന്നു. അവർക്ക് പ്രത്യേക രീതിയിലുള്ള ഒരു പരിഗണന നൽകിക്കൊണ്ട് ശുശ്രൂഷ ഇപ്പോൾ ചികിത്സ നൽകുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയൊരു അപകടമാണ്. വളവിൽ പലതരത്തിൽ ഇത്തരത്തിൽ ഈ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട, ആക്സിൽ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞും ഒരു ഇത് വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ ഇനി കൃത്യമായ ഒരു പരിശീലനയിലൂടെ മാത്രമേ അത് വ്യക്തമാവുകയുള്ളൂ. വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിരിക്കുന്ന കാര്യം. അമൃത. ശരി, ലിജോ റോളൻസ് ആണ് കൊല്ലത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.